ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞിനെ മർദ്ദിച്ച 3 ആയമാർ അറസ്റ്റിൽ. 2.5 വയസ്സുകാരിക്കാണ് മർദ്ദനമേറ്റത്. കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചുവെന്നാണ് പരാതി. ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയുടെ പരാതിയിലാണ് 3 പേരെയും അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി സുലേഖ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സുലേഖ, ഈ കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുകയാണ് 3 ആയമാർ. 3 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ. എന്തായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇടയാക്കിയ സംഭവങ്ങൾ? അരുൺ ഗോപി നൽകിയ പരാതി, ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി ഇത് കണ്ടെത്തുകയായിരുന്നു. എന്തായിരുന്നു ഇങ്ങനെ ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചു എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഇത് കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. കുഞ്ഞിന്റെ പുറത്തിൽ ഒരു മുറിവ് കാണുകയായിരുന്നു. തുടർന്ന് തൈക്കാട് ആശുപത്രിയിൽ, അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ മുറിവ് കണ്ടെത്തിയത്. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ താൽക്കാലിക ആയമാരെയും ശിശുക്ഷേമ സമിതി പുറത്താക്കിയിട്ടുണ്ട്. എന്തായാലും താൽക്കാലിക ആയമാരായ മഹേശ്വരി, സിന്ധു, അജിത, എസ് കെ എന്നിവരെയാണ് പോലീസ് നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അജിത എന്ന് പറയുന്ന ശിശുക്ഷേമ സമിതിയിലെ താൽക്കാലിക ജീവനക്കാരിയാണ് ഇത്തരത്തിൽ കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ശിശുക്ഷേമ സമിതി വൈദ്യസഹായം, കുട്ടിക്ക് മതിയായ വൈദ്യസഹായം ശിശുക്ഷേമ സമിതി ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ പോക്സോ കേസ് അടക്കമുള്ള വകുപ്പുകളാണ് ഇത്തരത്തിൽ ഇത്തരത്തിൽ ഈ കുട്ടിയെ ഉപദ്രവിച്ചവർക്കെതിരെ എടുത്തിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ശിശുക്ഷേമ സമിതി സെക്രട്ടറി അരുൺ ഗോപിയാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി പോലീസിന് കൈമാറുന്നത്. ഈ പരാതിയെ തുടർന്നാണ് ഇത്തരത്തിൽ പോലീസ് ഈ 3 പേരെയും 3 ആയമാരെയും അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം. ഇവര് 3 പേരും താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരായിരുന്നു ഈ ആയമാര്. സിജു, നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് താൽക്കാലികമായി ജോലി ചെയ്യുന്ന ആളുകളാണ് ഈ 3 പേരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ജനറൽ സെക്രട്ടറി അരുൺ ഗോപി മാധ്യമങ്ങളോട് സംസാരിക്കും. ഇതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകുമെന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഇത്തരത്തിൽ ഒരു കുട്ടിയുടെ പുറകുവശത്തേക്കുള്ള മുറിവ് കണ്ടെത്തുകയും അതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ കുട്ടിയുടെ ജനനേന്ദ്രിയത്തിന് മുറിവ് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 3 ആയമാരെയും തിരിച്ചുവിടുന്ന ഒരു സാഹചര്യം അത് ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ കുട്ടിക്ക് ആവശ്യമായ വൈദ്യപരിശോധനയും നൽകാൻ ശിശുക്ഷേമ സമിതി തയ്യാറായിട്ടുണ്ട്. ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ പരാതി നൽകിയിട്ടുള്ളത് അത് ശിശുക്ഷേമ സമിതി തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ജനറൽ സെക്രട്ടറി തന്നെ അല്പസമയത്തിനകം മാധ്യമങ്ങളോട് പറയുന്നു. ശരി, സുലേഖയാണ് വിവരങ്ങൾ നൽകിയത്. ആയമാരുടെ മർദ്ദനത്തിൽ 2.5 വയസ്സുകാരിക്ക് ഗുരുതര പരിക്ക്, കുഞ്ഞിൻ്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചു 3 ആയമാരെ അറസ്റ്റ് ചെയ്തു. ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറിയുടെ പരാതിയിൽ തന്നെയാണ് അറസ്റ്റ് ചെയ്തത്. അല്പസമയത്തിനകം എന്താണ് സംഭവിച്ചതെന്നറിയാൻ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി വാർത്താസമ്മേളനം നടത്തുമെന്നാണ് സുലേഖ നൽകിയ വിവരം.